ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയിലുണ്ട് ജോലി തുടങ്ങുവാണ് കേട്ടോ. കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ജോലി തുടങ്ങുവാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും കടലക്കറിയാണ് കേട്ടോ. കടല അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പുട്ടിനുള്ള പൊടി നനയ്ക്കണം. ഞാനിവിടെ പുട്ടുണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിൽ പാകത്തിൽ ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ മാറ്റി വെക്കുവാണ്. പിന്നെ ഇത് ചോറിനുള്ള അരി കുക്കറിലേക്ക് കഴുകിയിടുന്നുണ്ട്. അപ്പോൾ അരി വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഇനി നമുക്ക് കടല വെന്തിരിക്കുവാണ്, അതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ നേരത്ത് കടലയുടെ ഒപ്പം ഒരു സവാളയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി താളിക്കാൻ നേരത്ത് അതിൽ സവാള ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കടുക് താളിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഗ്രേവി വറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കടലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് പുട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പൊടി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പുട്ടിനുള്ള പൊടിയെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ചോറിൻ്റെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കലത്തിലേക്ക് മാറ്റിയിട്ട് ചോറ് വാർത്തിടുന്നുണ്ട്. അപ്പോഴേക്കും ഇതേ മോൻ അവിടെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കഴിക്കാനായിട്ട് പുട്ടും കടലക്കറിയും കൊടുത്തു. പിന്നെ അതേ പീലിമോൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവ എന്നതേ 1.5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കുഞ്ഞുവാവിനെയും കൊണ്ട് പോവുകയാണെങ്കിൽ അപ്പോൾ അകിലും മോളും കൂടി കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടോ. പിന്നെ ഇത് ഉച്ചത്തേക്ക് കറിക്ക് ചാളയാണ് കിട്ടിയത്. ഇടത്തരം ചാളയാണ്. അപ്പോൾ ഇതേ അത് വെട്ടി തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ചാളയെല്ലാം വെട്ടിയെടുത്തു. ഇനി ആദ്യം തന്നെ ഉപ്പിട്ടൊന്ന് തേച്ച് കഴുകി എടുത്തിട്ടോ. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പകുതി ചാള എടുത്ത് തേങ്ങ അരച്ച് കറി വെക്കാൻ പോവുകയാണ്. പിന്നെ പകുതി എടുത്തിട്ട് വറുത്തിട്ട് വിനാഗിരി ഇട്ട് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചാളയെല്ലാം വെട്ടി വറുക്കാനുള്ളത് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടുവേ സാധാരണ നമ്മൾ വരിയുന്നത് പോലെയല്ല, നെടുവേ ഓരോ വരയിട്ട് കൊടുക്കും 2 സൈഡിലും. അങ്ങനെ ചാളയെല്ലാം വരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വറുക്കാനുള്ളതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് പുരട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ആയുധങ്ങൾ, മീൻ വെട്ടാനുള്ള ആയുധങ്ങൾ, കത്രികയും കത്തിയൊക്കെ തേച്ച് കഴുകി മാറ്റി വെച്ചു. പിന്നെ ഇത് നമ്മുടെ ഈ ചട്ടിയില്ലേ, ഇത് മീൻ വെട്ടാൻ മാത്രം കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ അടിവശമൊക്കെ പൊട്ടി കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചാറൊക്കെ പോകും. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ കറി വെക്കാറില്ല. പിന്നെ ഞാൻ കുറച്ച് സിമെൻറ്റൊക്കെ പറ്റി നോക്കിയായിരുന്നു, പക്ഷെ അതൊന്നും ശരിയാവുന്നില്ല കേട്ടോ. പിന്നെ ചട്ടിയൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമ്മുടെ സിങ്കും കൂടി ഒന്ന് തേച്ച് കഴുകി ഇടുന്നുണ്ട്. പിന്നെ അതേ കറി വെക്കാനായിട്ട് അരപ്പ് റെഡിയാക്കും കേട്ടോ. അരക്കാനായിട്ട് നമ്മുടെ മിക്സി കംപ്ലൈൻ്റ് ആയിരിക്കുവാണ്. അതുകൊണ്ട് ഇതേ നമ്മുടെ അരകല്ല് എടുത്തിട്ടുണ്ട്, അമ്മിക്കല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കാനായിട്ട്. ഈ ഒരു കല്ലിൽ അരക്കാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. നല്ലപോലെ അരിഞ്ഞ് കിട്ടും. കുഞ്ഞു കല്ലാണ് എന്നാലും പക്ഷെ നല്ലപോലെ അരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അതേ നമ്മുടെ കറി വെക്കാനായിട്ട് ചട്ടി വെച്ചു. അതിലേക്ക് ഒരു സവാളയും ഇഞ്ചിയും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകില്ല കേട്ടോ കൂടി അരിഞ്ഞിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. സവാളയും ഇഞ്ചിയൊക്കെ മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഇത് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കുടംപുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് തിളക്കാനായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് അരപ്പ് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് ചാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാനായിട്ട് പീലിമോള് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പീലിമോൾക്ക് കൊടുത്തു, ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവൾക്ക് ഇഷ്ടമായി. പീലിമോളുടെ കയ്യിൽ ഈ പാവ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പാവയുടെ പേര് കിങ്ങിണി എന്നാണ് അവൾ വിളിക്കുന്നത്. പിന്നെ ഇത് കറിയൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം വറുക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അങ്ങനെ ഇത് വറുക്കാനുള്ള ചാളയൊക്കെ ഇട്ട് കൊടുത്തു. തിരിച്ച് മറിച്ച് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാള അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വറുത്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ചാള പുരട്ടി വെക്കാനായിട്ട് മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ മസാലയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചാളയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.